ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു മത്തങ്ങ കഷ്ണം വെച്ചിട്ട് നല്ലൊരു കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇതേപോലെ ചെറുതായിട്ടാണ് ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവിക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. 3/4 ഗ്ലാസോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ പച്ചമുളകാണ് എടുത്തത്. അപ്പോൾ 1.5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റ് പോലെയാക്കി എടുക്കാം. ഇപ്പോൾ മത്തങ്ങ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടിയും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റി വരണ വരെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി തേങ്ങയെല്ലാം ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ചൂടായി ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അത് കട്ടകളെല്ലാം ഉടച്ച് നന്നായി ഇളക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈരും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി തീയെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല. ഇനി ഇതിൽ ഉപ്പ് പാകത്തിന് നോക്കി ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ കുറച്ച് തിക്കായിട്ടാണ് നമ്മുടെ കറി ഇരിക്കേണ്ടത്. ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീയെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചത് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്നും കൂടിയും തിക്കായിട്ട് വരും. അപ്പോൾ ഇതേപോലെ തിക്കായിട്ട് വേണം നമ്മുടെ കറി ഇരിക്കേണ്ടത്. വെള്ളം കൂടി പോയാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മത്തങ്ങ കൊണ്ട് ഇതേപോലെ ഒരു പച്ചടി ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.